പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പാർലമെന്റിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസ്സാക്കുകയുണ്ടായി. ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുന്നോടിയായിട്ട് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സജീവമായി പങ്കെടുത്ത ചർച്ച പാർലമെന്റിൽ നടന്നിരുന്നു. ഈ ചർച്ചയിൽ വയനാട് എം പി ആയിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി സംസാരിച്ചിരുന്നു. ശ്രീമതി പ്രിയങ്ക ഗാന്ധി തൻ്റെ പാർലമെന്റിലെ പ്രസംഗത്തിൽ 152 തവണ BJP ഭരിക്കുന്ന കാലയളവിൽ പൊതുപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു എന്നും ഇതുമൂലം ഏതാണ്ട് 750 കോടി ആളുകൾ ദുരിതം അനുഭവിക്കുന്നു, വിഷമം അനുഭവിച്ചു എന്ന് ശ്രീമതി സോണിയാഗാന്ധി പാർലമെന്റിലെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിന് മറുപടിയായിട്ട് ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി, നിയുക്ത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ പ്രഹ്ലാദ് ജോഷി അദ്ദേഹം പറഞ്ഞു, പ്രിയങ്കയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ട് പറഞ്ഞു, 152 തവണ BJP ഭരിക്കുന്ന കാലയളവിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്, എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം പ്രിയങ്കയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ലോകത്താകെ 450 കോടി ജനങ്ങളെ ഉള്ളൂ. പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ച മൂലം 750 കോടി ആളുകൾ ദുരിതം അനുഭവിക്കുന്നു, വിഷമം അനുഭവിക്കുന്നു എന്ന് പ്രഹ്ലാദ് ജോഷി പ്രിയങ്കയെ പരിഹസിച്ച് പറയുകയും ചെയ്തു. നീറ്റ് പോലെയുള്ള പൊതുപരീക്ഷകളുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായിട്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു. ഇൻഫോസിസിന്റെ മുൻ ചെയർമാനായിട്ടുള്ള, ആധാറിന്റെ ശില്പിയായിട്ടുള്ള നന്ദൻ നീലക്കേനിയുടെ നേതൃത്വത്തിൽ ISROയുടെ മുൻ ചെയർമാനായിട്ടുള്ള സോമനാഥ്, അതേപോലെ തന്നെ കാമകോടി, മദ്രാസ് IITയുടെ ചെയർമാനായിട്ടുള്ള കാമകോടി എന്നിവരൊക്കെ ഉൾപ്പെടുന്ന ഒരു 6 അംഗ ടീമിനെ പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരം നിയോഗിക്കപ്പെട്ടിരുന്നു. ആ ടീമിനെ പരിഹസിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുകയുണ്ടായി. പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി സംസാരിച്ച സമയത്ത് ഗോമൂത്ര വിദഗ്ധനായിട്ടുള്ള ശ്രീമാൻ കാമകോടി എന്ന് പരാമർശിച്ചു. നമുക്കറിയാം, കാമകോടി അദ്ദേഹം IIT മദ്രാസിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം നിരവധി അവാർഡുകൾ, പത്മശ്രീയൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഗോമൂത്രത്തെ സംബന്ധിച്ചിട്ട് സയന്റിഫിക് ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തെ ഗോമൂത്ര വിദഗ്ധൻ എന്ന രീതിയിൽ പാർലമെന്റിൽ പരിഹസിച്ച് അവരുടെ പ്രസംഗത്തിൽ സംസാരിച്ചു. പ്രിയങ്ക ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ മദ്രാസ് IIT ഡയറക്ടറായിട്ടുള്ള കാമകോടിയെ ഗോമൂത്ര എക്സ്പെർട്ട് എന്ന് വിളിച്ചതിനെ തുടർന്ന് BJPയുടെ MP ആയിട്ടുള്ള അനുരാഗ് ഠാക്കൂർ അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ ഈ പ്രസംഗത്തിലെ ഈ പരാമർശത്തിന് ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തി. അദ്ദേഹം ഉടൻ തന്നെ പാർലമെന്റിൽ പ്രിയങ്ക ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം മറുപടി നൽകവേ അദ്ദേഹം പറഞ്ഞു, ഗാന്ധി കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ ബിരുദങ്ങളും തൂക്കി വെച്ച് നോക്കിയാൽ പോലും കാമകോടിയുടെ ബിരുദത്തിന്റെ 7 അയലത്ത് എത്തുകയില്ല എന്ന് അദ്ദേഹം തിരിച്ച് മറുപടിയായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ മറുപടിയിൽ, പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത മറുപടിയിൽ അനുരാഗ് ഠാക്കൂർ പറഞ്ഞു, ഇന്ത്യയുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഒരു തരത്തിലും മാനിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇന്ത്യയുടെ സംസ്കാരത്തെ പരമാവധി ഇകഴ്ത്തി കാണിക്കുന്ന സ്വഭാവമാണ് കോൺഗ്രസ്സിന് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ AI അത്യാധുനികമായിട്ടുള്ള AI സംവിധാനത്തെ കുറിച്ചിട്ട് ഇന്ത്യ ഗവേഷണം നടത്തും. അതേപോലെ തന്നെ ഗോമൂത്രത്തിൻ്റെതായിട്ടുള്ള വിവിധ സാധ്യതകളെ സംബന്ധിച്ചും ഇന്ത്യ ഗവേഷണം നടത്തും, ഒരുപോലെ ഗവേഷണം നടത്തും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചാ സമയത്ത് അവർ പ്രസംഗിച്ച പല കാര്യങ്ങളും അബദ്ധങ്ങളും, അതേപോലെ തന്നെ പല കാര്യങ്ങളും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സ്വഭാവത്തിലുള്ള കാര്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗം പിന്നീട് വളരെ വലിയ വിവാദമായി മാറുകയും ഉണ്ടായി. പക്ഷെ നമുക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പ്രസംഗത്തെ വളരെ പൊലിപ്പിച്ച് കാണിക്കുകയുണ്ടായി. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ കാലത്തും അങ്ങനെയാണ്. സോണിയാഗാന്ധിയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും
അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന സമയത്ത് പിറ്റേ ദിവസത്തെ എല്ലാ മാധ്യമങ്ങളും അതേപോലെ തന്നെ ടെലിവിഷൻ മാധ്യമങ്ങളും ഒക്കെ തന്നെ ലൈവായിട്ടും എല്ലാം പ്രിയങ്ക ആഞ്ഞടിച്ചു, രാഹുൽ ആഞ്ഞടിച്ചു, പ്രിയങ്ക കത്തിക്കയറി, രാഹുൽ കത്തിക്കയറി എന്നൊക്കെ രീതിയിലുള്ള രാഹുൽ കൊടുങ്കാറ്റായി, പ്രിയങ്ക കൊടുങ്കാറ്റായി, ഇങ്ങനെ നിരവധി വലിയ വലിയ തലക്കെട്ടുകളോടെ കേരളത്തിലെ ടെലിവിഷനുകളും അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളും എല്ലാം ഈ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഇവരുടെ പ്രസംഗത്തെ വാഴ്ത്തിപ്പാടാനും പുകഴ്ത്തിപ്പാടാനും ഒക്കെ ശ്രമിക്കുന്നത് നിരവധി വർഷങ്ങളായിട്ടുള്ള രീതിയാണ്. ഈ പ്രസംഗത്തിലും ഈ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലെ ഈ പ്രസംഗത്തിന് ശേഷവും അതേ സ്വഭാവം കേരളത്തിലെ മാധ്യമങ്ങൾ തുടർന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ പാർലമെന്റിലെ പ്രസംഗത്തെ തുടർന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ശരിക്കും ഒരു പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കാരണം ശ്രീമതി പ്രിയങ്ക ഗാന്ധി മദ്രാസ് IIT ഡയറക്ടറായിട്ടുള്ള കാമകോടിയെ പോലെയുള്ള ഒരാളെ ഗോമൂത്ര എക്സ്പെർട്ട്, ഗോമൂത്ര വിദഗ്ധൻ എന്ന് ആക്ഷേപിച്ച് പരിഹസിച്ചതിനെതിരെ രാജ്യത്തെ 215 വൈസ് ചാൻസലേഴ്സും അതേപോലെ അക്കാഡമിഷ്യൻസുമായിട്ടുള്ള ആളുകൾ അവരൊരു തുറന്ന കത്ത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞ ദിവസം എഴുതിയിരിക്കുകയാണ്. ആ കത്തില് അവർ പറയുന്നത്, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം, പക്ഷെ ഒരാളെ പോലും നിങ്ങൾക്ക് ആക്ഷേപിക്കാനും അതേപോലെ തന്നെ അധിക്ഷേപിക്കാനും പരിഹസിക്കുവാനും നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾ ഒരാളെ വിമർശിച്ചോളൂ, പക്ഷെ നിങ്ങൾക്ക് അധിക്ഷേപിക്കുകയും അയാളെ അപമാനിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും പാടില്ല എന്ന് ഈ തുറന്ന കത്തില് അവര് പറയുന്നു. അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയ, പുകഴ്ത്തി പാടിയ ഈ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം, പാർലമെന്റിലെ പ്രസംഗം, കൊടുങ്കാറ്റായ പ്രസംഗം എന്നൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതി തള്ളിയ ഈ പ്രസംഗം, എഴുതി പുകഴ്ത്തിയ ഈ പ്രസംഗം വാസ്തവത്തിൽ ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. രാജ്യത്തെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ കാമകോടിയെ പോലുള്ള ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണനെ, അതേപോലെ ഒരു ശാസ്ത്രജ്ഞനെ, അതേപോലെ തന്നെ ഒരു ശാസ്ത്രകാരനെ അപമാനിച്ചതിനെതിരെ ഓരോ ദിവസവും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് ഈ 215 വൈസ് ചാൻസലേഴ്സും അക്കാഡമിഷ്യൻസുമായിട്ടുള്ള ആളുകളും തുറന്ന കത്ത് പ്രിയങ്കയ്ക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ തൻ്റെ പാർലമെന്റിലെ പ്രസംഗത്തിലൂടെ കൊടുങ്കാറ്റായി മാറാൻ പോയ പ്രിയങ്ക ഗാന്ധി 8ന്റെ പണി മേടിച്ചിരിക്കുകയാണെന്ന് സാരം. നമസ്കാരം.